ഫ്രണ്ട്സ് നമുക്ക് പെട്ടെന്ന് കുക്കറിൽ ഉണ്ടാക്കണ മന്തി റൈസ് ഓക്കെ തയ്യാറാക്കല്ലേ? പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പൊ സ്റ്റാർട്ട് ചെയ്യല്ലേ? പെട്ടെന്നായിരിക്കും, ശ്രദ്ധിച്ച് കണ്ടോളി. കുക്കർ ചൂടായതിനു ശേഷം സൺഫ്ലവർ ഓയിൽ ഒരു 200 മില്ലി, പട്ട, ഗ്രാമ്പു, ഏലക്ക, സ്റ്റാർ കേട്ടോ, പിന്നെ സബോള, ഇഞ്ചി, വെളുത്തുള്ളി ചതവാണ്, എല്ലാം ഇട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് 2 നാരങ്ങ, ഉണക്ക നാരങ്ങ അതും ഇട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സിങ് പ്രധാനമാണ്, അല്ലെങ്കിൽ അടി പിടിക്കും. പിന്നെ എല്ല് കൂടിയ ചിക്കന്, കൈത്തും അതുപോലെ എല്ലും നെയ്യ് കൂടി ഇട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ അതിന്റെ ടേസ്റ്റ് കിട്ടുക. പിന്നെ ഇതിക്ക് വേണ്ടത് ഒരു 5-6 പച്ചമുളക്, ഉണ്ട പച്ചമുളകാണ്. പിന്നെ 2 ക്യൂബ് മാഗി കട്ട, അതും പ്രധാനപ്പെട്ട സാധനമാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ചെറിയ ജീരകം, പച്ചമല്ലി, ഇതെല്ലാം ഇട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് വെള്ളം വേണ്ടത്. വെള്ളത്തിന്റെ അളവ് എന്ന് പറഞ്ഞാൽ ഈ പാത്രത്തിന്റെ അരി നിൽക്കുന്ന ലെവൽ കണ്ടില്ലേ, ആ ലെവലിന് കറക്റ്റ് വെള്ളം ഒഴിച്ചു. പിന്നെ അതിന്റെ അരി അങ്ങനെ 1.5, ഒരു കപ്പിന് 1.5, 1.5 വരെ പോവാം. ഓക്കെ. ഇനി ഇതിലേക്ക് ഞാൻ പൊടിച്ച മന്തി മസാല പൊടിയാണ്, അത് 2 ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പ വേണ്ടത്. ഉപ്പ് നമ്മൾ ഇതുവരെ ഇട്ടിട്ടില്ല, ഉപ്പ് ആവശ്യത്തിന് ഇടുക. പിന്നെ അല്പം പഞ്ചസാര, പിന്നെ മല്ലിപ്പൊടി, നമ്മൾ പച്ച മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ ഇട്ടു. ഇനി ഇതിലേക്ക് അരി ഇട്ടാ, അരി കഴുകി വെള്ളം വാർന്നതിന് ശേഷം മാത്രം ഇടുക. എന്നിട്ട് മിക്സ് ചെയ്യുക. ഉപ്പ് ഉണ്ടോ എന്ന് നോക്കാം കേട്ടോ. മിക്സ് ചെയ്തതിനു ശേഷം നമ്മൾ നേരത്തെ ഇട്ട് ഉപ്പ് ചെപ്പതിൽ അരി തികയില്ല, അപ്പൊ ഞാൻ അല്പം കൂടി ഇട്ടിട്ടുണ്ട്. അപ്പൊ ഉപ്പ് ആവശ്യത്തിന് നിങ്ങളെ ഉപ്പിന്റെ അളവ് നോക്കിയിട്ട് ഇടുക. ഇനി ഇത് കുക്കർ അടപ്പ് വെച്ചിട്ട് ആവി കളഞ്ഞ ശേഷം ഒരു വിസിലിന് ശേഷം കുക്കർ റെഡി. നിങ്ങൾ ഫുഡ് കഴിക്കാനായപ്പോഴാണ് ഇത് തുറക്കണം കേട്ടോ. അപ്പൊ അതുവരെ നിങ്ങൾ തുറക്കുന്നത് വിസിൽ കഴിഞ്ഞ് നിങ്ങൾ ഭക്ഷണം എപ്പോഴാണ് കഴിക്കണേ അപ്പം തുറന്ന് ഇതേപോലെ മിക്സ് ചെയ്യാട്ടോ. അടിപൊളിയാണ്, അടിപൊളി റൈസ് തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഞാൻ ഒരു ഇതെല്ലാം കുക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ വെക്കല്. മിക്സ് ആക്കിയിട്ട് ഉണ്ടാക്കുകയാണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഇതിന്റെ സലാഡും കൂട്ടി കഴിക്കണം. പൊള്ളി സാധനം കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് കമന്റ് ബോക്സിൽ അറിയിക്കണം എങ്ങനെ ഉണ്ടാക്കിയത്, എങ്ങനെ ടേസ്റ്റ് ഉണ്ടോ ഇല്ലയെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കണം. പിന്നെ ഉണ്ടാക്കിയതിന്റെ രീതി എങ്ങനെ ഉണ്ടെന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ.